യോഗദീപ്തി. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ വനിതാ കമ്മിറ്റി അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തെറാപ്യൂട്ടിക് യോഗ എന്ന വിഷയത്തിൽ പലവിധ രോഗങ്ങൾക്കനുസൃതമായ യോഗാസനങ്ങൾ പരിചയപ്പെടുത്തുന്ന പരിപാടി. യോഗദീപ്തി. പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധപ്പെട്ട് AMI വയനാട് വനിതാ കമ്മിറ്റിയുടെ യോഗദീപ്തി എന്ന പരിപാടിയിലെ ആദ്യ ടോക്കിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി PCODയിൽ ചെയ്യാവുന്ന യോഗാസനത്തെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ ഡോക്ടർ അശ്വതി ഭരതൻ, സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ, നാം, താലൂക്ക് ആയുർവേദ ആശുപത്രി, സുൽത്താൻ ബത്തേരി. PCOD അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രം ഇന്ന് വളരെ പരിചിതമായൊരു രോഗമാണ്. ഹോർമോൺ വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്ന ഈ രോഗം ഇന്ന് ഒട്ടുമിക്ക സ്ത്രീകളിലും കണ്ടുവരുന്നു. അണ്ഡാശയത്തിൽ സിസ്റ്റുകൾ രൂപപ്പെടുകയും അവയിൽ നിന്ന് അധികമായി പുരുഷ ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടുകയും ചെയ്യുന്നു. സ്ത്രീയുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് PCOD. ക്രമം തെറ്റിയ ആർത്തവം, അമിതവണ്ണം, രോമവളർച്ച, മുഖക്കുരു എന്നിവ ഇതിന്റെ ലക്ഷണമാണ്. മാറിവന്ന ജീവിതശൈലി തന്നെയാണ് ഈ രോഗത്തിന്റെ പ്രധാന കാരണം. സ്ഥിരമായ ചെക്കപ്പ്, ആഹാര നിയന്ത്രണം, ക്രമം തെറ്റിയ ആർത്തവം, ശാരീരികമായി വരുന്ന അഭംഗി ഇവയെല്ലാം ഒരു സ്ത്രീയുടെ ജീവിത നിലവാരത്തെ നന്നേ ബാധിക്കുന്നു. ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാവുന്നതാണ്. ശാരീരികമായും മാനസികമായും ആശ്വാസം തരുന്ന യോഗ PCODയിൽ ഏറ്റവും ഫലപ്രദമാണ്. കൃത്യമായ വൈദ്യനിർദ്ദേശപ്രകാരം യോഗ അഭ്യസിക്കുന്നതാണ് ഉത്തമം. PCODയിൽ ചെയ്യാവുന്ന 5 യോഗാസനങ്ങളെക്കുറിച്ച് ഇനി വിവരിക്കാം. ഒന്നാമതായി ഭുജംഗാസനം. ചെയ്യേണ്ടുന്ന രീതി വിവരിക്കുന്നു. യോഗ മാറ്റിൽ കമിഴ്ന്നു കിടക്കുക. നെറ്റിയുടെ ഭാഗം നിലത്ത് മുട്ടിയിരിക്കണം. കാൽപാദങ്ങൾ ചേർത്ത് വെച്ച് കൈവെള്ള നിലത്തമർത്തി ശരീരത്തിന്റെ മുൻഭാഗം ഉയർത്തുക. ഇതോടൊപ്പം തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 4-5 സെക്കൻഡ് ഇതേ അവസ്ഥയിൽ തുടരുക. ഇതിനുശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തിരികെ വരിക. രണ്ടാമതായി പറയുന്നത് ശലഭാസനം. നെറ്റി നിലത്ത് മുട്ടിച്ച് കമിഴ്ന്നു കിടക്കുക. കൈകാലുകൾ ശരീരത്തോട് ചേർത്ത് വെക്കുക. ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് കൈകാലുകൾ എന്നിവ മുകളിലേക്ക് ഉയർത്തുക. ഉദരഭാഗം കൊണ്ടും ഇടുപ്പിന്റെ ഭാഗം ഉപയോഗിച്ച് ശരീരം ബാലൻസ് ചെയ്യുക. ദൃഷ്ടി മുന്നോട്ടായിരിക്കാൻ ശ്രദ്ധിക്കണം. ശേഷം ശ്വാസം വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. മൂന്നാമതായി ഉഷ്ട്രാസനം. കാൽമുട്ടുകൾ പിറകോട്ട് മടക്കി ശരീരഭാരം കാൽമുട്ടുകളിൽ വരത്തക്ക വിധത്തിൽ ഇരിക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് മുട്ടുകാലിൽ നിൽക്കുക. ശരീരത്തിന്റെ പിൻഭാഗം പുറത്തോട്ട് വളച്ച് ആർച്ച് ആകൃതിയിൽ ഇരിക്കുക. കൈകൾ പാദങ്ങളോട് ചേർത്ത് പിടിച്ച് ശരീരം ബാലൻസ് ചെയ്യുക. കഴുത്തിൽ ഒരുപാട് സമ്മർദ്ദം കൊടുക്കാതെ ശ്രദ്ധിക്കണം. കുറച്ചു നേരം ഈ അവസ്ഥയിൽ തുടരുക. തുടർന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. അടുത്തതായി പവനമുക്താസനം. യോഗ മാറ്റിൽ മലർന്നു കിടന്ന ശേഷം കൈകാലുകൾ ശരീരത്തോട് ചേർത്ത് വെക്കുക. ശ്വാസം അകത്തേക്ക് വലിച്ചുകൊണ്ട് ഇരു കാലുകളും ഒരുമിച്ച് മുട്ടുമടക്കാതെ ഉയർത്തുക. ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ട് 2 കാലുകളും മടക്കി വെക്കുക. വീണ്ടും ശ്വാസം അകത്തേക്ക് എടുത്തു വെച്ച് മുട്ടുകൾ ഇരു കൈകളും കൊണ്ട് കോർത്ത് പിടിച്ച് വയറിലേക്ക് അമർത്തുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ട് മുട്ട് താടിയെല്ലിൽ അല്ലെങ്കിൽ നെറ്റിയിൽ മുട്ടിക്കുക. പറ്റുന്നത്രയും സമയം ഈ അവസ്ഥയിൽ തുടരുക. ശേഷം ശ്വാസം എടുത്തുകൊണ്ട് തല താഴ്ത്തി പിന്നീട് ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകാലുകൾ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. അടുത്തതായി വജ്രാസനം. തറയിൽ മുട്ടുകുത്തിയിരിക്കുക. പിന്നീട് നിതംബം ഉപ്പൂറ്റിയുടെ മുകളിൽ വരത്തക്കവണ്ണം ഇരിക്കുക. തറയിൽ പതിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കണം. കൈകൾ തുടയിൽ വെക്കുക. നട്ടെല്ല് നിവർത്തി വെച്ച് വേണം ഇരിക്കാൻ. കണ്ണടച്ച് ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുക. അല്പസമയം ഈ അവസ്ഥയിൽ തുടരാം. PCODയിൽ ചെയ്യാവുന്ന 5 യോഗാസനങ്ങളെ പറ്റിയാണ് മേലെ വിവരിച്ചത്. ഈ യോഗാസനങ്ങൾ ദിവസവും 10 തവണ, അതായത് ഓരോന്നും 10 വീതം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. ഇനി യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഇതിനോടുകൂടെ ചേർക്കാം. നമ്മൾ യോഗ ചെയ്യാനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലം ധാരാളം ശുദ്ധവായു കയറുന്നതായിരിക്കണം. തുറസായ സ്ഥലമാണ് ഏറ്റവും നല്ലത്. വയറ് നിറച്ച ആഹാരം കഴിച്ചുകൊണ്ട് യോഗ ചെയ്യരുത്. ആഹാരം കഴിച്ച് 4 മണിക്കൂറെങ്കിലും കഴിഞ്ഞിരിക്കണം. അല്ലാത്ത പക്ഷം ആഹാരം കഴിക്കാതെയും യോഗ ചെയ്യാവുന്നതാണ്. അയഞ്ഞ വസ്ത്രം ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ശ്വാസോച്ഛ്വാസം കൃത്യമായി ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യോഗദീപ്തി.
ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ വനിതാ കമ്മിറ്റി അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തെറാപ്യൂട്ടിക് യോഗ എന്ന വിഷയത്തിൽ പലവിധ രോഗങ്ങൾക്കനുസൃതമായ യോഗാസനങ്ങൾ പരിചയപ്പെടുത്തുന്ന പരിപാടി. യോഗദീപ്തി.